അകക്കണ്ണിന്റെ വെളിച്ചത്തിൽ വിദ്യാർത്ഥികൾക്ക് പാഠം ചൊല്ലിക്കൊടുക്കുന്ന ഒരു അധ്യാപകന്റെ അടുത്താണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് ലെഫ്റ്റ് ഐക്കും സിൻസ് ബർത്ത് അധ്യാപകനായിട്ട് ഇപ്പം എത്ര വർഷമായി? 24 വർഷം കഴിഞ്ഞു. മുഖ്യമന്ത്രി E.K. നായനാരുടെ ക്യാബിനറ്റ് പ്രത്യേകം എൻ്റെ കൺസിഡറിംഗ് ദ യുണീക്ക് അച്ചീവ്മെന്റ്സ് ഓഫ് എ ബ്ലൈൻഡ് പേഴ്സൺ. അത്ര യുണീക്ക് ആണല്ലേ? BA-ക്കും MA-ക്കും ഒക്കെ സെക്കൻഡ് റാങ്ക് ഉണ്ടായിരുന്നു യൂണിവേഴ്സിറ്റിയിൽ. കല്യാണാലോചന വന്നത് എങ്ങനെയായിരുന്നു? അദ്ദേഹം എൻ്റെ ശിഷ്യയാണ്, സ്റ്റുഡൻ്റ് ആണ്. ഈ കൊച്ചിനെ തന്നെ ഒന്ന് ആലോചിച്ചാൽ എന്നാ കുഴപ്പമൊന്നും എൻ്റെ ഫാദർ അത് എന്നെ പ്രപ്പോസലായിട്ട് പ്രേമിച്ചിട്ടൊന്നുമില്ല. പ്രേമിക്കുമ്പോൾ ആഗ്രഹം ഉണ്ടായിരുന്നു. മാഡത്തിന് തന്നെ എന്താ പ്രേമിക്കണം എന്നുണ്ടായിരുന്നേ? അതോ വേറെ ആയിരുന്നോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ എനിക്ക് ഇപ്പോഴെങ്കിലും അറിയാലോ. ടൂർ പോകുന്ന സാറ് അവിടെ വെച്ച് കാണുന്നു, സിനിമയിലെ പോലെ പാട്ട്. പിന്നെ കല്യാണം കഴിച്ച് എന്താ വിളിച്ചേ? ഞാൻ തിരിഞ്ഞിരിക്കാം. നാടകം കോളേജിനെ വിറപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സാറിന്റെ മുന്നിലാണ് വന്ന് ഞാൻ ഈ തരത്തില് കുൽസിതങ്ങളൊക്കെ പറയുന്നത്. പണ്ടൊക്കെ കുട്ടികളോട് അഫയർ ഉണ്ടോന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കോ അങ്ങനൊന്നും ഇല്ല, പെട്ടെന്ന് പേടിച്ചു മാറും. അഫയറൊക്കെ ഉണ്ടാവുള്ളൂ. ഇപ്പോഴത്തെ പിള്ളേരാണ് സാറേ അഫയർ നേരത്തെ പറഞ്ഞോണ്ടെന്ന് അത് പോയി, ഇപ്പം പുതിയത് ഇപ്പൊ ഒരെണ്ണം ഉണ്ട്. അത് എത്ര നാളുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എന്തായാലും ഇപ്പൊ ഒരെണ്ണം ലൈവ് ഉണ്ട്. അപ്പൊ അങ്ങനെയാണ് നിങ്ങൾ മാഷുമാരും ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണ്ടേ? ഞങ്ങൾ അപ്ഗ്രേഡ് ആയതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നത്. വിദ്യാർത്ഥികൾക്ക് ഭയങ്കര വൈബ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സാറാണ്. അപ്പം സാറിന് എന്താണെങ്കിലും ജീവിതത്തിൽ അടിപൊളി കാര്യങ്ങളെ സംഭവിക്കത്തുള്ളൂ. അകക്കണ്ണിന്റെ വെളിച്ചത്തിൽ വിദ്യാർത്ഥികൾക്ക് പാഠം ചൊല്ലിക്കൊടുക്കുന്ന ഒരു അധ്യാപകന്റെ അടുത്താണ് ഞാൻ നിൽക്കുന്നത്. നമസ്കാരം സാർ. നമസ്കാരം. നാട്ടകം ഗവൺമെന്റ് കോളേജിലെ പൊളിറ്റിക്കൽ സയൻസിലെ അധ്യാപകനാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയാണ് കൂടെ ഉള്ളത്. സാർ ഈ അടുത്തിടെ PhD എടുത്തു എന്ന് ഞാൻ വായിച്ചിരുന്നു. അത് PhD എടുത്തത് പഠിപ്പിച്ച വിദ്യാർത്ഥിയാണ് എല്ലാ കാര്യങ്ങളും ഹെൽപ്പ് ചെയ്തതെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു അപൂർവ ഭാഗ്യം സാറിന് കിട്ടിയല്ലേ? പഠിപ്പിച്ച വിദ്യാർത്ഥിയല്ല, വിദ്യാർത്ഥിയുടെ കസിനാണ്. വിദ്യാർത്ഥിയുടെ റെക്കമെൻഡേഷനിലാണ് വന്നത്. പക്ഷെ കോട്ടയം ഗവൺമെന്റ് കോളേജിൽ തന്നെ പഠിച്ചിരുന്ന ഒരു വിദ്യാർത്ഥിയാണ്. ഓഹോ അവിടെ തന്നെ പഠിച്ച ഒരു വിദ്യാർത്ഥി. കോളേജിന്റെ ഒരു സ്റ്റുഡന്റ് ആണ്. ഡയറക്റ്റ് എന്റെ സ്റ്റുഡന്റ് അല്ല. സാറിന് ചെറുതിലെ മുതലേ കാഴ്ച ഇല്ലായിരുന്നോ? എനിക്ക് ലെഫ്റ്റ് ഐക്കും സിൻസ് ബർത്ത് സൈറ്റ് ഇല്ലാത്ത ആളാണ്. റൈറ്റ് ഐക്കാണ് സൈറ്റ് ഉണ്ടായിരുന്നത്. ഇപ്പൊ നിങ്ങൾ അടഞ്ഞിരിക്കുന്നതായിട്ട് കാണുന്നത്. അതിന് 11ാമത്തെ വയസ്സിൽ റെറ്റിന ഡിറ്റാച്ച്മെന്റ്, അതിനെ തുടർന്നുള്ള കുറേയേറെ സർജറികൾ, സർജറിയെ തുടർന്നുള്ള ഇൻഫെക്ഷൻ, അങ്ങനെ ഉണ്ടാകുന്ന കാഴ്ച നഷ്ടപ്പെട്ടു. പിന്നീട് സാറ് അധ്യാപകനായിട്ട് ഇപ്പം എത്ര വർഷമായി? 24 വർഷം കഴിഞ്ഞു. 24 വർഷം. ഫസ്റ്റ് അപ്പോയിന്റ്മെന്റ് എവിടെ ആയിരുന്നു സാറേ? കോഴിക്കോട്ട് മൊകേരി ഗവൺമെന്റ് കോളേജ്. മൊകേരി ഗവൺമെന്റ്. എല്ലാം ഗവൺമെന്റ് സർവീസിലാണ് ഇങ്ങോട്ട്. അല്ല, ആദ്യം നമുക്ക് നെറ്റ് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രൈവറ്റ് പ്രാക്ടീസ് അല്ലെങ്കിൽ PSC അല്ലാണ്ട് ചെയ്യാറുന്നല്ലോ. എനിക്ക് പൈസ അല്ലാതെ തന്നെ കിട്ടിയത്. ഇത് ഗവൺമെന്റ് ഓഫ് കേരള ക്യാബിനറ്റ് ഡിസിഷൻ വഴിയായിട്ട് മുഖ്യമന്ത്രി E.K. നായനാരുടെ ക്യാബിനറ്റ് പ്രത്യേകം എൻ്റെ കൺസിഡറിംഗ് ദ യുണീക്ക് അച്ചീവ്മെന്റ്സ് ഓഫ് എ ബ്ലൈൻഡ് പേഴ്സൺ എന്ന് പറഞ്ഞ സ്പെഷ്യൽ ഓർഡർ ആയിട്ട് തന്ന ജോലിയാണ്. അത്ര യുണീക്ക് ആണല്ലേ? എന്തൊക്കെയാണ് സാറിന്റെ യുണീക്ക് ആയിട്ടുള്ള അച്ചീവ്മെന്റ്സ് സാറേ? അവരത് യുണീക്ക് ആയിട്ട് വെച്ച ഒന്ന് ഇപ്പൊ MA-ക്ക് പഠിച്ചോണ്ടിരുന്നപ്പോ തന്നെ നെറ്റ് കിട്ടി. 2 BA-ക്കും MA-ക്കും ഒക്കെ സെക്കൻഡ് റാങ്ക് ഉണ്ടായിരുന്നു യൂണിവേഴ്സിറ്റി ലെവലിൽ. അതൊക്കെ ആയിരിക്കും അവർ യുണീക്കായിട്ട് കിട്ടി. അത് യുണീക്ക് ആണ് സാറേ. കണ്ണ് തുറന്ന് വായിക്കുന്ന ഞങ്ങൾക്ക് റാങ്ക് പോയിട്ട് ജസ്റ്റ് പാസ് ആവാൻ വേണ്ടി പാടുപെടുന്ന കാലത്ത് സാർ നന്നായിട്ട് ബ്രെയിൻ ലിപിയിലല്ലേ സാർ അന്ന് ചെയ്തത്? അതോ അല്ല, ബ്രെയിലല്ല. ബ്രെയില് നമ്മള് ബ്രെയില് നമുക്ക് ഇത്രയും മെറ്റീരിയൽ ഒന്നും ആക്സസ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് അത്ര ബ്രെയിലിൽ അത്ര സ്പീഡും ഇല്ല. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഞാൻ ഈ മെറ്റീരിയലൊക്കെ കാസറ്റിൽ റെക്കോർഡ് ചെയ്തിട്ട് എൻ്റെ ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സൊക്കെ റെക്കോർഡ് ചെയ്ത് തരും. മെറ്റീരിയൽ കാസറ്റ്, അന്ന് മറ്റേ ടേപ്പ് കാസറ്റ് ഉണ്ടോ, അത് റെക്കോർഡ് ചെയ്തിട്ട് അതിൽ ടേപ്പ് റെക്കോർഡിലിട്ടിട്ട് റിപ്പീറ്റ് ഇട്ട് കേട്ട് പഠിച്ചതാണ്. അങ്ങനെയാണ് മെറ്റീരിയൽസ് സാറ് ആരെങ്കിലും വായിച്ചത് റെക്കോർഡ് ചെയ്തെടുക്കും. സാറ് BA പൊളിറ്റിക്സ് തന്നെയായിരുന്നോ പഠിച്ചോണ്ടിരുന്നത്? BA പൊളിറ്റിക്കൽ സയൻസ്. എവിടെയായിരുന്നു പഠിച്ചത്? പ്രീ ഡിഗ്രി ചങ്ങനാശ്ശേരി SB കോളേജിലായിരുന്നു. അവിടുന്ന് പാലാ സെന്റ് തോമസ് കോളേജിലാണ് BA MA PhD എല്ലാം. PhD ഈ അടുത്തിടെ ചെയ്തത് പാലായിലാണ് ചെയ്തത്. അതെ. അതെന്താ ഇത്രയും ലേറ്റ് ആയത് PhD ചെയ്യാൻ? അതെ, ദൈവം ചില സാഹചര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ഒരുക്കും എന്ന് പറയല്ലേ. അതിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ് എൻ്റെ PhD ലേറ്റ് ആയി. കാര്യം പറഞ്ഞാൽ ഞാൻ സർവീസ് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് PhDക്ക് രജിസ്റ്റർ ചെയ്ത ആളാണ്. പിന്നീട് എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല.
അപ്പം പിന്നെ ഇനിയിപ്പം പി എച്ച് ഡി ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് 2014 ഇദ്ദേഹത്തിന് സ്ട്രോക്ക് വന്നു. അദ്ദേഹം ബെഡ്റിഡനായി പോയി. വൈഫ് അദ്ദേഹത്തിൻ്റെ ഒരു കുറേയേറെ സർജറികളുടെ ഒരു പരമ്പര തന്നെ ഉണ്ടായിരുന്നു. അപ്പം സംഭവം അവൾ കുറേയെല്ലാം റിക്കവർ ചെയ്തു. അപ്പോൾ റിക്കവർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടേഴ്സ് പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ അടുത്തെപ്പോഴും ആളുണ്ടായിരിക്കുന്നതാണ് കുറച്ച് നാളത്തേക്ക് നല്ലത് എന്ന് പറഞ്ഞു. അപ്പോഴാണ് MG യൂണിവേഴ്സിറ്റി PhD കോൾ ഫോർ ചെയ്ത്. അപ്പം എന്തായാലും PhD ചെയ്യുവാണെങ്കിൽ UGCയുടെ FDP എന്ന് പറഞ്ഞൊരു സ്കീമുണ്ട്. അതായത് നമുക്ക് PhD ചെയ്യാൻ വേണ്ടി ലീവ് തരും. അപ്പം ആ ഒരു ബെനിഫിറ്റ് അവൈൽ ചെയ്തുകൊണ്ട് ഭാര്യനെ സംരക്ഷിച്ച് ഇവിടെ വീട്ടിൽ ഇരുന്നുകൊണ്ട് അങ്ങ് ചെയ്തു. അപ്പം അദ്ദേഹത്തിൻ്റെ കൂട്ടായി 2 കൊല്ലത്തേക്ക്. അപ്പം നമ്മുടെ വർക്ക് അതുപോലെ തന്നെ ഈ പറഞ്ഞ രാഹുലിന്റെ സഹായത്തോടുകൂടി ചെയ്ത് കൊടുക്കാൻ പറ്റും. പൂർത്തീകരിക്കാൻ പറ്റി. MG യൂണിവേഴ്സിറ്റിന്റെ തന്നെയല്ലേ PhD യൂണിവേഴ്സിറ്റിയുടെ. ഇപ്പം PhD കിട്ടിയിട്ട് ഇപ്പം സാർ 4 വർഷം ആവുന്നു. 4 വർഷം കഴിഞ്ഞു. ഇനി സർവീസിൽ നിന്ന് വിരമിക്കാൻ 4 വർഷം കൂടെ. വൈഫിന്റെ പേര് റിങ്കു എന്നല്ലേ പറഞ്ഞേ? സാറ് PhD എടുത്ത സമയം അറിഞ്ഞോ? വയ്യാണ്ടിരുന്നപ്പോഴാണെന്ന് കണ്ടില്ലേ? നമുക്ക് വയ്യാണ്ടാവുന്നോളം വരെ കാത്തിരുന്നു ഒരു PhD എടുക്കാൻ. നേരത്തെ പറഞ്ഞായിരുന്നോ PhD എടുക്കാൻ? PhD എടുക്കാൻ സമയം കിട്ടിയിരുന്നു. ആദ്യം PhDക്ക് ജോയിൻ ചെയ്തതാ. ജോയിൻ ചെയ്തതും ആ PhD പോകാൻ പറ്റാണ്ട് കംപ്ലീറ്റ് ആക്കിയില്ല. ഇല്ല. ഇതാണ് സാറ് തന്നെ പറഞ്ഞു, നിയോഗം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതിന്റെ സമയത്തിനാണെന്ന്. അപ്പൊ PhD രക്ഷപ്പെട്ടു പോന്നു, മാഡം രക്ഷപ്പെട്ടു പോന്നു അല്ലേ? മക്കൾ എത്ര പേരാ? 2 പേര്. 2 പേരോ? ഒരാണും ഒരു പെണ്ണും. കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി നിങ്ങളെ? 19 വർഷം. 19 വർഷം. കല്യാണാലോചന വന്നത് എങ്ങനെയായിരുന്നു? അതൊക്കെ ഭയങ്കര അതൊക്കെ കേക്കണ്ടേ? ശിഷ്യാണ്, സ്റ്റുഡന്റ് ആണ്. ഞങ്ങളുടെ കുൽസിത അതിനകത്ത് വേണ്ടത്. ശരി സാറേ, ഞാൻ പറഞ്ഞില്ല, ഞാൻ നിർത്തി വാടച്ചു പറഞ്ഞോ. ഇതൊരു പക്ക അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. അതെങ്ങനെയായിരുന്നു? ഞാൻ വെച്ചില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞു. വെച്ചിട്ടില്ല, ഞാൻ വാടച്ചു വിളിച്ചേക്കോ പറഞ്ഞോ. അപ്പൊ ഞാന് ഇവരെ പഠിപ്പിച്ചിരുന്ന വർഷം കുട്ടികളെ കൊണ്ട് ടൂർ പോയത് ഞാനായിരുന്നു. എവിടെ പഠിപ്പിച്ചോണ്ടിരുന്നേ? കോട്ടയത്ത് നാട്ടത്ത് ഗവൺമെന്റ് കോളേജ് പഠിപ്പിച്ചു. നാട്ടത്ത് തന്നെയായിരുന്നു? വേറെ പഠിപ്പിച്ചിട്ടില്ല. വേറെ ആദ്യം പഠിപ്പിച്ച 2 കോളേജിൽ ചെറിയ കാലഘട്ടം ഉള്ളായിരുന്നു. മൊക്കേരിയില് 6 മാസവും കോഴിക്കോട് ആർട്സ് കോളേജിൽ 2 മാസം. ഇവിടാണ്. അപ്പം പുള്ളിന്റെ സ്റ്റുഡന്റ് ഇവരെ ഫൈൻഡ് ചെയ്ത് ഇവരെയും കൊണ്ട് ടൂർ പോയത് ടീച്ചിങ് സ്റ്റാഫിന്റെ റെപ്രസെന്റേറ്റീവ് ഞാനുണ്ടായിരുന്നു. അപ്പൊ അന്ന് ഫീമെയിൽ സ്റ്റാഫ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലില്ല. അപ്പൊ ഇദ്ദേഹത്തിന്റെ അമ്മയാണ് ഫീമെയിൽ സ്റ്റാഫിന് പകരമായിട്ട് ടൂറിൽ ടീമിനെ അക്കമ്പനി ചെയ്തത്. അപ്പം അത് കഴിഞ്ഞ് ഒരു രാത്രിയിലാണ് ഞങ്ങൾ ടൂർ കഴിഞ്ഞ് തിരിച്ചു വരുന്നത്. അന്നപ്പം കുറച്ചുകൂടെ യാത്രാ സൗകര്യമൊന്നും ഇല്ലാത്ത കാലഘട്ടം 2003. അപ്പം അങ്ങനെ കൊണ്ട് ഗേൾസിനെയൊക്കെ എല്ലാവരും വന്ന് എൻ്റെ വീട്ടിൽ വന്ന് കിടന്നു. ഈ ഇവളുടെ അമ്മയും ബാക്കി ഉണ്ടായിരുന്ന ടൂറുണ്ടായിരുന്ന ഗേൾസ് എല്ലാം എൻ്റെ വീട്ടിൽ വന്ന് കിടന്നു. അപ്പോൾ എൻ്റെ അമ്മയും ഇവളുടെ അമ്മയും തമ്മിൽ നല്ല കൂട്ടായി. പിന്നെ കോണ്ടാക്ട് കൂടുതലുണ്ടായി. അപ്പം എൻ്റെ അമ്മ ഇവളുടെ അമ്മയോട് നേരത്തെ മുതൽ പറയുമായിരുന്നു, സാറിന് ഏതെങ്കിലും പെൺപിള്ളേരുണ്ടെങ്കിൽ കല്യാണം ആലോചിക്കണം. അവർ ഭയങ്കര കല്യാണം ആലോചിച്ച് വരുന്നത്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് കല്യാണാലോചന നടന്നപ്പോൾ എൻ്റെ ഫാദറാണ് ഒരു ദിവസം പറഞ്ഞത്, എന്നാൽ പിന്നെ നമുക്ക് ഈ കൊച്ചിനെ തന്നെ ഒന്ന് ആലോചിച്ചാൽ എന്നാ കുഴപ്പമൊന്നും എൻ്റെ ഫാദർ പറഞ്ഞു. അത് പിന്നെ പ്രപ്പോസലായിട്ട് പറഞ്ഞു. അവർക്കും അക്സെപ്റ്റബിളായി, ഇദ്ദേഹത്തിന് അക്സെപ്റ്റബിളായി. പിന്നെ അങ്ങനെ കല്യാണം തന്നെ. അതിനിടയ്ക്ക് പ്രേമിച്ചിട്ടൊന്നുമില്ല? പ്രേമിക്കുമ്പോൾ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇത് ഇപ്പഴാണ് എല്ലാം തുറന്ന് പറയുന്നത്. മാഡത്തിന് തന്നെ എന്താ പ്രേമിക്കണം എന്നുണ്ടായിരുന്നേ? അതോ വേറെ ആയിരുന്നോ? പറ കേക്കട്ടെ. ഇല്ല കേട്ടോ, ഞാൻ ചുമ്മാ ചോദിച്ചു. ഇനി അതിനെ കുറിച്ചൊന്നും ഞാൻ ചോദിക്കുന്നില്ല. ഇനി ഞാൻ സാറൊരു നോട്ടം, മാഡത്തിന് വേണം ഒരു നോട്ടം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ പറഞ്ഞു. എനിക്ക് ഇപ്പോഴെങ്കിലും അറിയാലോ. എന്നെ മറയാക്കിക്കൊണ്ട് ഒന്ന് ഇവിടെ ദൈവം ഇന്റർവ്യൂ ചോദിച്ചിട്ട് ഞാൻ ചോദിച്ചിട്ടില്ല കേട്ടോ, എനിക്കൊന്നും അറിയണ്ട. നിങ്ങൾ എന്നെ സ്നേഹിച്ചേക്കാം, നിങ്ങൾ അതല്ല ആപ്റ്റിറ്റ്യൂഡ്. കല്യാണാലോചന വന്നപ്പം മാഡത്തിന് ഓക്കെ ആയിരുന്നോ? കുഴപ്പമൊന്നും ഇല്ലായിരുന്നോ? അല്ല ഇങ്ങനെ നമ്മൾ അറിഞ്ഞ ഒരാൾക്ക് കല്യാണ കാലം എന്റെ സ്റ്റുഡന്റ് ആകുമ്പോ ഇവള് 3 വർഷവും കണ്ടിട്ടുണ്ട് എന്നെ ആളുകൾ കയ്യെ പിടിച്ച് കൊണ്ടുപോവുകയും കൊണ്ടുവരികയും ചെയ്യുന്നത് കുട്ടികളെല്ലാം.
പക്ഷെ അവൾ എന്നോട് പറഞ്ഞത് സാറിന് കണ്ണിന് കാഴ്ചയില്ല എന്ന് ഞാൻ കരുതുന്നേ ഇല്ലെന്നാണ് പറഞ്ഞത്. കാരണം ഇനിയിപ്പം കല്യാണം കഴിഞ്ഞിട്ട് ആർക്കെങ്കിലും ഒരു കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടാലും അവരെയും കൊണ്ട് ഞാൻ ജീവിക്കണ്ടേ, അതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നാണ് അദ്ദേഹം റെസ്പോണ്ട് ചെയ്തത്. റെസ്പോണ്ട് ചെയ്യുന്നത്. അടിപൊളി. കല്യാണം പഠിച്ചോണ്ടിരിക്കുമ്പോ തന്നെ നടന്നോ? അല്ല, അവിടത്തൊക്കെ കഴിഞ്ഞ 2 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ട്. 2 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ട്. പക്ഷെ ഞാൻ എന്തൊക്കെ ടിസ്റ്റാ പ്രതീക്ഷിച്ചേ. പാവം ഞാൻ വീട്ടിൽ ഫൈറ്റ് ചെയ്യുന്നു, ടൂർ എന്നൊക്കെ പറഞ്ഞപ്പോഴേ എന്റെ മനസ്സിലെ കുൽസിതങ്ങളൊക്കെ ഉണർന്നു. ടൂർ പോകുന്ന സാറ് അവിടെ വെച്ച് കാണുന്നു, സിനിമയിലെ പോലെ പാട്ട്. ന്യൂജൻ ആയിരുന്നെങ്കിൽ അതൊക്കെ നടന്നേ. മക്കളൊക്കെ അടുത്തിരിപ്പുണ്ടേ, അറിയാലേ. കണ്ട അവർക്ക് ഞാൻ പറഞ്ഞല്ലേ നിങ്ങളോട് ഇരിക്കാൻ, കണ്ട ഒരു പാട്ടൊക്കെ മിസ്സായി. ഞങ്ങളൊരു പാട്ട് വരെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് മേഡം ജോലിക്ക് വല്ലതും പോയിരുന്നോ? ഇല്ല, വീട്ടിൽ തന്നെ. ഹസ്ബൻഡ് മീൻസ് സാറിന്റെ ഒപ്പം തന്നെ. സാർ എങ്ങനെയായിരുന്നു പഠിപ്പിക്കുക? അതിപ്പോ ഒരു സ്റ്റുഡന്റിനോട് ചോദിക്കണം എന്നുണ്ടായിരുന്നു. ഇനിയിപ്പോ എനിക്ക് വേറെ എങ്ങനെ തപ്പി പോകണ്ട. എങ്ങനെയുണ്ടായിരുന്നു സാറ് പഠിപ്പിക്കുക? നല്ല പഠിപ്പില്ലായിരുന്നു. നല്ല പഠിപ്പില്ല. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, എന്നെ ചീത്ത വിളിക്കരുത്. ഇന്റർവ്യൂ കാണുന്നവർ എന്നെ ചീത്ത വിളിക്കരുത്. സാറേ സാറേ എന്ന് വിളിച്ചിട്ട് എന്നെ കല്യാണം കഴിച്ച് എന്താ വിളിച്ചേ? അല്ല, നമ്മൾ ഈ സാറേ സാറേ എന്ന് വിളിച്ചിട്ടേ, സാറാണല്ലോ ഇതൊരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ ലൈഫിലേക്ക് വരും എന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അത് പിന്നെ പെട്ടെന്ന് ലൈഫിലേക്ക് വന്നപ്പോഴത്തേക്ക് സാറിന് മാറിയിട്ട് റിജിച്ചായ എന്നല്ലേ? റിച്ചായ ഒന്ന് വിളിച്ചേ, ഞാൻ കേട്ടില്ല. വിളിക്ക്, ഞാൻ കേട്ടില്ലാത്തോണ്ടല്ലേ. സാറ് തന്നെ പറഞ്ഞതൊരു രസമുള്ള വിളിയല്ല ഇത്. ഞങ്ങൾക്ക് വേണ്ടി എങ്ങനെ ക്യാമറയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് വിളിച്ചതാ. അല്ലാണ്ട് വിളിക്ക്. റിച്ചായ ചായ എവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞോ, ഞാൻ തിരിഞ്ഞിരിക്കാം. അയ്യോ, വളരെ PhD ഒക്കെ എടുത്ത് വളരെ നാട്ടകം കോളേജിനെ വിറപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സാറിന്റെ മുന്നിലാണ് വന്ന് ഞാൻ ഈ തരത്തില് കുൽസിതങ്ങളൊക്കെ പറയുന്നത്. സാറ് ക്ഷമിക്കണം എന്നോട്. ഒരു കുട്ടി എന്ന നിലയിൽ, വികൃതി കുട്ടി എന്ന നിലയിൽ അങ്ങ് ക്ഷമിച്ചാൽ മതി. എങ്ങനെയുണ്ട് സാർ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ? ഇപ്പോഴത്തെ പിള്ളേർ പണ്ടത്തെ പോലെ കുറച്ചുകൂടെ ഓപ്പൺ ആണ്, അത്രേ ഉള്ളൂ ഡിഫറൻസ്. പക്ഷെ സ്റ്റുഡൻസ് നേച്ചറിലെ ഇത് സെയിം ആണ്. പണ്ടുള്ള പിള്ളേര് ഒന്ന് തുറന്നു പറയരുത്, ഇപ്പോഴുള്ള പിള്ളേർ വളരെ ഓപ്പൺ ആണ്. എനിക്കിപ്പം പണ്ടൊക്കെ കുട്ടികളോട് വല്ല അഫയർ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കോ അങ്ങനൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് പേടിച്ച് മാറുമായിരുന്നു. അഫയറൊക്കെ ഉണ്ടാവുള്ളിൽ. അപ്പൊ ഇപ്പോഴത്തെ പിള്ളേരാണ് സാറേ അഫയർ നേരത്തെ ഒരെണ്ണം അത് പോയി, ഇപ്പം പുതിയത് ഇപ്പോൾ ഒരെണ്ണം ഉണ്ട്, അത് എത്ര നാളുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എന്തായാലും ഇപ്പൊ ഒരെണ്ണം ലൈവ് ഉണ്ട് എന്നൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്ന പിള്ളേരാണ്. അല്ലാതെ അതിനകത്ത് അതെ, സത്യസന്ധര കുറച്ചുകൂടെ ഓപ്പൺ ആണ്. അത് നല്ല, അത് കാലഘട്ടത്തിന്റെ ഒരു ഇതുണ്ട്. പക്ഷെ അപ്പൊ അങ്ങനെയാണ് നിങ്ങൾ മാഷുമാരും ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണ്ടേ? ഞങ്ങൾ അപ്ഗ്രേഡ് ആയതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നത്. മാഷന്മാരൊക്കെ അപ്ഗ്രേഡഡ് ആണ്. ആണല്ലേ? നമുക്ക് ഇതൊക്കെ കേൾക്കുമ്പോ അവരോടും ഭയങ്കര നമുക്ക് പ്രത്യേകിച്ച് നെഗറ്റീവായിട്ടൊന്നും ഫീൽ ചെയ്യുന്നത്. കാലഘട്ടത്തിനനുസരിച്ച് എല്ലാം മാറണ്ടേ. അപ്പം മാറും. 20 വർഷമായെന്നല്ലേ പറഞ്ഞ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട്? 24 വർഷം. അയ്യോ, ഞാൻ 4 വർഷം കുറയ്ക്കുന്നില്ല, 24 വർഷമായി. എങ്ങനെയുണ്ടായിരുന്നു മൊത്തത്തിൽ? ഇപ്പം സാറിനോട് ഞാൻ പറഞ്ഞ പോലെ തന്നെ പഠിപ്പിക്കുക, നമ്മൾ മറ്റുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചെങ്കിലും ഈ സാറ് ആദ്യ കാലഘട്ടങ്ങളിൽ ഈ പഠിത്തമൊക്കെ നമുക്ക് ടേപ്പ് റെക്കോർഡ് ഇട്ട് കേൾക്കാം. സാറ് കുട്ടികളെ പഠിപ്പിക്കാൻ പോകുമ്പോൾ എങ്ങനെയായിരുന്നു ഒരു ടാസ്ക്? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് ഈ കുട്ടികളെ പഠിപ്പിക്കാൻ ഒരു വലിയ ടാസ്ക് ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. കാര്യം വെച്ചാൽ എനിക്ക് എപ്പോഴും പിള്ളേർ എൻ്റെ ഭയങ്കര സപ്പോർട്ടാണ്. അന്ന് മുതൽ ഇന്ന് വരെയും കുട്ടികളാണ് എൻ്റെ ഭയങ്കര സപ്പോർട്ട്. ഭയങ്കര സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അവരെപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. അന്ന് ഞാൻ ആദ്യം പഠിപ്പിച്ച ബാച്ച് മുതൽ ഇങ്ങോട്ട് വരെ ഇപ്പൊ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ വരെ എല്ലാവരും നിറഞ്ഞ സ്നേഹമാണ്. അവർക്കെല്ലാം ഞാനെന്ന് വെച്ച് കഴിഞ്ഞാല് ഭയങ്കര എന്തും ചെയ്യാനായിട്ട് തയ്യാറായിട്ട് നടക്കുന്ന പിള്ളേരാണ്. അപ്പൊ ക്ലാസ്സിൽ പറഞ്ഞു കൊടുക്കണമെങ്കിൽ തലേന്ന് പ്രിപ്പയർ ചെയ്തിട്ട് പോവോ അതോ ഇതിപ്പം? അത് ഞാൻ അന്ന് രാവിലെ ഇരുന്നിട്ട് പ്രിപ്പയർ ചെയ്യും. അതപ്പോ അതെവിടുന്ന നോട്ട്സും കാര്യങ്ങളൊക്കെ സാർ എടുക്കുന്നത്? അതൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്സ് ഒക്കെ ഉണ്ടല്ലോ, അതിനകത്ത് നിന്ന് ഇപ്പം നമ്മുടെ സോഫ്റ്റ്വെയർ സപ്പോർട്ടോടുകൂടി മെറ്റീരിയൽ എല്ലാം കിട്ടും. ടെക്സ്റ്റ് വായിച്ചു തരുന്ന സോഫ്റ്റ്വെയറുകൾ ഇപ്പോൾ ഉണ്ട്. ഓഹോ, നിങ്ങളുടെ ഫോണിന് അങ്ങനത്തെ ഇതുണ്ട്. അത് വെച്ചിട്ട് വായിച്ചു കേൾക്കും. അത് കേട്ടിട്ട് കേട്ടിട്ട് നമ്മള് നോട്ട് പ്രിപ്പയർ ചെയ്യും. നോട്ട് പ്രിപ്പയർ എല്ലാം മൈൻഡിൽ പ്രിപ്പയർ ചെയ്യും, ചെന്ന് ലെക്ചർ ചെയ്ത് കൊടുക്കും. നിത്യാഭ്യാസി ആന എടുക്കുന്നു. അപ്പൊ സാർ ഇപ്പൊ ആന എടുത്തിട്ടുണ്ട്.
അല്ല അത് സാറ് പറഞ്ഞ നേരാണ്. ആദ്യകാലങ്ങളിൽ ഒരു പേടിയിൽ നിന്നും മാറിയിട്ട് ഇപ്പം കുട്ടികളുമായിട്ട് കുറച്ചുകൂടെ ആകുമ്പോഴത്തേക്കും ആരെങ്കിലും ഈ എന്താ പറയാ സംശയം ചോദിക്കുമ്പോ ആദ്യകാലങ്ങളിൽ പേടിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ലില്ല, ഞാൻ എപ്പോഴും സംശയം ചോദിച്ചിട്ട് എനിക്ക് അറിയത്തില്ല, ഞാൻ അറിയത്തില്ല, ഞാൻ നോക്കിയിട്ട് പറഞ്ഞു തരാമെന്ന് പറയും. അല്ലാതെ എനിക്കതിനകത്ത് നമ്മൾ വലിയ ആളാകാനായിട്ടൊന്നും ഇതുവരെ ശ്രമിച്ചിട്ടില്ല. അറിയത്തില്ലെങ്കിൽ അറിയത്തില്ല എന്ന് പറയും. അത് അന്നും അറിയത്തില്ലെന്ന് പറയും, ഇപ്പോഴും അറിയത്തില്ല എന്ന് പറയും. അറിയത്തില്ലാത്ത കാര്യത്തെക്കുറിച്ച് നമ്മൾ അധ്യാപകനായതുകൊണ്ട് ഇതിൽ അറിയണം നിർബന്ധമൊന്നുമില്ല. അതില്ല, നമ്മൾ സബ്ജക്റ്റ് ആയിട്ട് മാത്രമല്ല നമുക്ക് കണക്ഷൻ ഉള്ളൂ. അപ്പം സബ്ജക്റ്റായിട്ട് ബന്ധപ്പെട്ടും എന്തെല്ലാം ഡെവലപ്മെന്റ്സാ സബ്ജക്റ്റിലുള്ളത്. അപ്പം എന്തെങ്കിലും പുതിയ കാര്യം ചോദിച്ചാൽ അറിയത്തില്ല എന്ന് തന്നെ ഞാൻ പറയും. പിന്നെ വീട്ടില് അല്ലാണ്ട് ആരൊക്കെയുണ്ട് സാറിന്റെ വീട്ടില്? ഇതാ ഇവിടെ എൻ്റെ 2 മക്കളുണ്ട്, സഹായിക്കാനായിട്ട് ഒരു ചേച്ചി ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഇപ്പം 2 ആഴ്ചയായിട്ട് എൻ്റെ ചേട്ടന്റെ മോനുണ്ട്. ഓഹോ, അതാണല്ലോ അവരെല്ലാം അവിടെ സംഘമായിട്ട് ഇരിക്കുവാ, ഇങ്ങോട്ട് വരത്തില്ല. സാറിന് അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. സാറിന് ഈ വീട് കംപ്ലീറ്റ് കാണാപ്പാടമല്ലേ? തീർച്ചയായിട്ടും എൻ്റെ വർക്ക് പ്ലേസ് ആണെങ്കിലും വീടാണെങ്കിലും നമ്മളവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒറ്റയ്ക്ക് മൂവ് ചെയ്യാനൊക്കെ പറ്റും. ഒറ്റയ്ക്ക് മൂവ് ചെയ്യാൻ പറ്റും. നാട്ടകം കോളേജിൽ എൻ്റെ ഡിപ്പാർട്ട്മെന്റ്. ഓ, സാറിന്റെ പൊളിറ്റിക്കൽ സയൻസ്. പൊളിറ്റിക്കൽ സയൻസ് കാര്യം അവര് എൻ്റെ കൊളീഗ്സ് എല്ലാം അതുപോലെ തന്നെയാണ്. അവരെല്ലാം എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതി അവരും ആരും ഒന്നും ചെയ്യാറില്ല. അങ്ങനെ അവര് ഭയങ്കര. സാർ 5-ാം വയസ്സ് വരെ കാഴ്ച കണ്ടെന്നല്ലേ പറഞ്ഞത്? അതോ 11 വയസ്സ് വരെ? അതൊക്കെ ഇപ്പോഴും അത് വെച്ചിട്ട് സാർ എപ്പോഴെങ്കിലും ഇമാജിനറി ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ ഇമാജിനേഷൻസും അത് വെച്ചിട്ടാണ്. ആണല്ലേ? കളറിനെ കുറിച്ചും മുഖങ്ങളെ കുറിച്ചും രൂപങ്ങളെ കുറിച്ചുള്ള എല്ലാ ഇമാജിനേഷൻസും അത് വെച്ചിട്ടാണ്. പുതിയ സാധനങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമുക്ക് അറിയാൻ വയ്യ. ഫോർ എക്സാമ്പിൾ ചന്ദ്രയാൻ പോയി. ചന്ദ്രയാന്റെ രൂപം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറോണ വൈറസ് എങ്ങനെയാണെന്ന് പിക്ചറിൽ അവിടെ വന്നു. പക്ഷെ അത് നമുക്ക് അതിന്റെ രൂപം ഇമാജിൻ ചെയ്തെടുക്കുക, അത് മാത്രമേ ഉള്ളൂ. പിന്നെ പിള്ളേർ എങ്ങനെ പറയുന്നത് റംബൂട്ടാൻ പോലെ ഇരിക്കും എന്നൊക്കെ പിള്ളേർ പറഞ്ഞു തരും. അങ്ങനെ അപ്പൊ നമുക്ക് മനസ്സിലാവും. അങ്ങനെ പിള്ളേരുമായിട്ട് ഭയങ്കര സിങ്ക് ആണെന്ന് സാറിന്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. സ്റ്റിൽ അതായത് നല്ല രീതിയിൽ കുട്ടികളുടെ കൂടെ നമ്മൾ മിങ്കിൾ ചെയ്താൽ നമ്മളും ഭയങ്കര ചെറുപ്പക്കാരാവും എന്നാ പറയുന്നത്. തീർച്ചയായിട്ടും അല്ലേ? കോളേജിൽ അടിയൊക്കെ ഉണ്ടോ സാറേ? വെറുതെ പറയുന്നതാണ് മനുഷ്യർ. ഫ്രണ്ടില് പോളിടെക്നിക് കോളേജും ബാക്കിലാണ് ഗവൺമെന്റ് കോളേജ്. പോളിടെക്നിക് കോളേജ് മിക്കവാറും ഒക്കെ പോലീസിന്റെ പ്രസൻസ് ഉണ്ട്. ഞങ്ങളുടെ കോളേജിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉള്ളതല്ല. മറ്റേ നിങ്ങളുടെ കോളേജിന്റെ ഫ്രണ്ടിൽ കൂടെ പോലീസുകാർക്ക് പുറകിലേക്ക് പോവാലോ അല്ലേ? അല്ല, അങ്ങനെ പോവാലോ, അപ്പോഴും പ്രസൻസ് ഉണ്ടല്ലോ അവിടെ. അതുകൊണ്ട് ഞാൻ ചോദിച്ചതേ ഉള്ളൂ. കണ്ട എന്റെ അച്ഛൻ, ഞാൻ നാട്ടകം കോളേജിൽ അഡ്മിഷൻ കൊടുത്താ അച്ഛൻ എന്നെ വിട്ടില്ല. അതാ ഇപ്പം അല്ലെങ്കിൽ ഇപ്പൊ ഞങ്ങളുടെ കോളേജിലെല്ലാം നോർത്തേൺ കേരള തന്നെ മുഴുവൻ കുട്ടികൾ. കോട്ടയംകാർ തീരെ കുറവാണ്. അതിങ്ങനെ കോട്ടയംകാർ ഇവിടെ ഇല്ല സാറേ, ഞങ്ങളെല്ലാം വിദേശത്ത് പോകും പ്ലസ് 2 കഴിഞ്ഞ. അതാണ് സംഭവിച്ചത്. ഡിഗ്രിക്കൊന്നും ഇപ്പൊ ആളില്ല എന്നുള്ളൊരു. വിദേശത്ത് പോയോ? പോണെന്നൊക്കെ ഉണ്ട്. അല്ല, ഇത് പോട്ടെ, ഇന്റർവ്യൂ പോട്ടെ. നമ്മൾ പറഞ്ഞു പോയി ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് ഒരു നിമിഷം എന്നോട് ആരോ പേഴ്സണലി ചോദിക്കുന്ന പോലെ ഫീൽ ചെയ്തു. അപ്പോഴേ ഞാൻ പെട്ടെന്ന് നിർത്തിയത്. അതൊക്കെ പോട്ടെ സാറേ, ഞാൻ ആ ഒരു ആർട്ടിക്കിൾ കണ്ടിട്ടാണ് വന്നത്. എന്താ പറയാ, ചില പഠിക്കുക എന്നുള്ളത് എപ്പോഴും നമുക്ക് സാധിക്കുന്ന കാര്യം, സാധാരണക്കാരന് എപ്പോൾ വേണേലും സാധിക്കും. അതും സാറിന് ഇങ്ങനെ ലൈഫിൽ ഇത്രയും എന്താ പറയാ വെട്ടവേ ഇല്ലാഞ്ഞിട്ട് അതിനോടുള്ളൊരു അഭിനിവേശം മാറാണ്ട് ഇനി പോസ്റ്റ് PhD വല്ല പ്ലാൻ ഉണ്ടോ? റൈറ്റ് നൗ ഇല്ല. ഇനിയിപ്പോഴാണ് നമ്മുടെ സാഹചര്യങ്ങളും മനസ്സൊക്കെ ചേച്ചി അങ്ങനെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നടക്കട്ടെ സാറേ. കാരണം സാറിനെ പോലെയുള്ള വലിയ വലിയ ആൾക്കാർ, അതായത് വിദ്യാർത്ഥികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു, എനിക്ക് തോന്നുന്നു ഞാനോട് സംസാരിച്ച ഒരു 10 മിനിറ്റ് കൊണ്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, വിദ്യാർത്ഥികൾക്ക് ഭയങ്കര വൈബ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സാറാണ്. അപ്പം സാറിന് എന്താണെങ്കിലും ജീവിതത്തിൽ അടിപൊളി കാര്യങ്ങളെ സംഭവിക്കത്തുള്ളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു.